ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നത് നമ്മുടെ ബോഡി ഓർഡറിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനൽ ഇടുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ബോഡി ഓർഡർ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിയർക്കുമ്പോൾ നമ്മൾ പുറത്ത് സമ്മറിൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ഒന്ന് സ്വെറ്റ് ആയിട്ട് അതിൽ നിന്നൊരു മണം വരും. ഇതിനെയാണ് നമ്മൾ ബോഡി ഓർഡർ എന്ന് പറയുന്നത്. ഇത് ഒരു കുറച്ച് മണമൊക്കെ ഉള്ളത് നോർമലാണ്, കാരണം നമ്മുടെ ഒരു സ്മെല്ലാണ്, അത് ഓക്കെയാണ്. പക്ഷെ ഇതൊരു എക്സസീവ് ആയിട്ട് മാറുകയും നമ്മുടെ ലൈഫിനെയും അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കോൺഫിഡൻസിനെയൊക്കെ അത് ബാധിക്കുകയും പിന്നെ അതിനകത്ത് പിഗ്മെന്റേഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഈ ബോഡി ഓർഡർ വരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ബോഡി ഓർഡർ വരുന്നത്. ഒന്ന് അണ്ടർ ആമിൽ നിന്നും ഒന്ന് ഫീറ്റിൽ നിന്നും. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന ആണുങ്ങൾക്കാണെങ്കിലും സ്ത്രീകളിൽ ഒരു പരിധിവരെ ഇത് കാണാറുണ്ട്. അപ്പൊ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാന്നുള്ളത്, ആണുങ്ങൾക്കാണ് കൂടുതൽ വരുന്നത്, എന്നാൽ ചില സ്ത്രീകൾക്ക് ഈ ഒരു ബോഡി ഓർഡർ വരാറുണ്ട്. നമ്മുടെ അണ്ടർ ആം സ്മെൽ അല്ലെങ്കിൽ ഓർഡർ ഫസ്റ്റ് കാണുന്നത് പ്യൂബർട്ടിയിലാണ്. അതായത് നമ്മളൊരു കൗമാര പ്രായക്കാർക്കായിരിക്കും ഈ ഒരു ബോഡി ഓർഡർ ഫസ്റ്റ് കാണപ്പെട്ട് തുടങ്ങുന്നത്. കുട്ടിയൊക്കെ അധികം ബോഡി ഓർഡർ നമ്മൾ കാണാറില്ല, ഉണ്ടെങ്കിലും അത് നോർമൽ ആയിട്ട് നമുക്ക് വിടാനായിട്ട് പറ്റും. പിന്നെ പുവർ ഹൈജീൻ ആണെങ്കിലായിരിക്കും പിന്നെ കുട്ടികളെ അഫക്ട് ചെയ്യുന്നത്. നോർമലി വരാറില്ല, പ്യൂബർട്ടി തൊട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബോഡി ഓർഡർ അണ്ടർആമിൽ വരാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അണ്ടർ ആമിൽ ബോഡി ഓർഡർ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ആമിൽ നമ്മുടെ ഫേസിലുള്ള പോലെ ചില ഗ്ലാൻസുകൾ ഉണ്ട്. ഈ ഗ്ലാൻസുകൾ ഉണ്ടാക്കുന്ന സെക്രീഷൻസ് ബാക്ടീരിയ ആയിട്ട് കൂടിച്ചേരുമ്പോഴാണ് എക്സസീവ് ആയിട്ടുള്ള ബാഡ് ഓർഡർ ഉണ്ടാവുന്നത്. ഈ ഒരു സെക്രീഷനിൽ നിന്നാണ് നമുക്കൊരു പരിധിവരെ ബോഡി ഓർഡർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ബോഡി ഓർഡർ ഉണ്ടാവാനുള്ള റീസൺ. ഇതുപോലെയാണ് കാലിലും നമ്മൾ വിയർക്കുമ്പോഴൊക്കെ കാലിന്റെ അടിയിലും ഇതുപോലെ സെക്രീഷൻസ് വരികയും ബാക്ടീരിയൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു എക്സസീവ് ആയിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലായിട്ട് മാറുന്നത്. പിന്നെ എന്തുകൊണ്ടൊക്കെ ബോഡി ഓർഡർ വരാം എന്ന് വെച്ചാൽ നമ്മൾ എക്സസീവ് ആയിട്ട് സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബോഡി ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു ഏരിയ മോയിസ്റ്റ് ആയിട്ട് നമ്മൾ ലോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതൊരു സ്മെല്ലായിട്ട് വീണ്ടും അത് എക്സസീവ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലല്ലോ, വീണ്ടും അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ബാക്ടീരിയ ഓവർ ആയിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്ത്. അതായത് ഓൾറെഡി നമുക്ക് അവിടെ ഒരു സെക്രീഷൻ ഉണ്ട്, ഈ സെക്രീഷന് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുകൂടാതെ അവിടുത്തെ കെരാറ്റിനെയും കൂടെ ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്കൊരു സ്മെല്ലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ചില ഇൻഫെക്ഷൻസ്, അതായത് ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ ബാക്ടീരിയ അല്ലാത്ത വേറെ ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതും നമുക്കൊരു പരിധിവരെ ബാഡ് ഓർഡർ തരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുവർ ബോഡി ഹൈജീൻ, അതായത് പ്രോപ്പറായിട്ട് കുളിക്കാത്ത കാരണം, കഴുകാത്ത ഡ്രസ്സുകൾ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്നത് കാരണം, നമ്മളെ ഡ്രസ്സ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാരണമൊക്കെ നമുക്കൊരു ബോഡി പ്യൂർ ഹൈജീൻ ആണല്ലോ, പേഴ്സണൽ ഹൈജീൻ അല്ല, ഇത് കാരണം നമുക്ക് ബോഡി ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സെർട്ടൺ മെഡിക്കേഷൻസ്, അതായത് നമ്മുടെ പെൻസിലിൻ അല്ലെങ്കിൽ ചില സപ്ലിമെന്റ്സ്, ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോഡി ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് മെയിനായിട്ട് നമുക്ക് അണ്ടർആമിൽ നിന്ന് വരുന്നു, ചില ആൾക്കാർക്ക് കാലിൽ നിന്ന് വരുന്നുവെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത് ജനറലൈസ്ഡ് ആയിട്ട് ഫുൾ ബോഡിയിലും ഈ ഒരു ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത്, ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ DMs അയച്ചിട്ടുണ്ട്, അവരുടെ അണ്ടർആമിൽ ഗ്രീൻ കളർ വരുന്നു എന്നുള്ളത്. ഇത് മെയിനായിട്ടും ഒന്നുകിൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഈ ഒരു ഗ്രീൻ കളർ വരാം, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിയോഡ്രന്റും ആ കെമിക്കൽസ് ഇല്ലേ, ഡിയോഡ്രന്റ്, ആൽക്കഹോൾ അങ്ങനെ എന്തെങ്കിലും, അത് സ്വെറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ആ ഒരു കളർ ചേഞ്ച് വെച്ചിട്ടും നമുക്ക് ഒരു ഗ്രീൻ കളർ വരാം. അപ്പൊ നിങ്ങളത് ഏതാണെന്ന് റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ ഇത് എപ്പോഴാണ് ഡോക്ടറിന്റെ അടുത്തോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ കളർ ഒരുപാട് നാളായിട്ട് നിൽക്കുന്നു, മാത്രമല്ല ഇച്ചിനെസ്സും റെഡിഷ്നെസ്സും ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അത്യാവശ്യമായിട്ട് പോയി കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിയർപ്പും സഡൻ ആയിട്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് ഒരു വിയർപ്പും ബോഡി ഓർഡറും വരുന്നുണ്ടെങ്കിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ? ഫസ്റ്റ്, മസ്റ്റ് ആയിട്ടും ഡെയിലി നിങ്ങൾ ബോഡി വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പം രാവിലെ ഞാൻ പറയത്തില്ല കുളിക്കാനായിട്ട്, കാരണം രാവിലെ കുളിച്ചോ കുഴപ്പമില്ല, പക്ഷെ മസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ നൈറ്റിൽ നിങ്ങൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും പുറത്തു പോയി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിയെടുക്കുന്ന
നമ്മൾ വിയർക്കും. സോ അതൊക്കെ ഉള്ളതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബോഡി വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സസീവ് ആയിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഡെയിലി സോപ്പ് ഇട്ട് കുളിക്കുമ്പോഴത്തേക്ക് ബോഡി വീണ്ടും ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല എന്താ പറയുന്നത് നമ്മളെ ഈ ബോഡി വൈസിന് ആസിഡമേഡ് പോലെയുള്ള അടങ്ങിയ ബോഡി വാഷ് പോലെയുള്ള ജെന്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ബോഡി വാഷ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി മൊത്തം ബോഡി വാഷ് യൂസ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ അണ്ടർ ആമിന്റെ അവിടെ, നിങ്ങളുടെ കാല്, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം നന്നായിട്ട് വാട്ടർ വാഷ് ചെയ്ത് വിടാനെങ്കിലും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ബോഡിയോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫോൾഡുകൾ ഉണ്ട്. അതായത് കൈമുട്ടിലിന്റെ അവിടെ, അതുപോലെ നമ്മുടെ ഇവിടെ, നമ്മുടെ ഈ അണ്ടർആമിന്റെ അവിടെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ ബ്രസ്റ്റിന്റെ അണ്ടറിൽ, ആ കാലിന്റെ അടിയിൽ, ഇങ്ങനെ കുറെ നമുക്ക് ഫോൾഡുകൾ ഉണ്ടല്ലോ. ഈ ഫോൾഡ്സ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കാനും ശ്രദ്ധിക്കുക, മറ്റുള്ള ഭാഗങ്ങളെ പോലെ അല്ല. കാരണം ഈ സ്ഥലത്ത് ഒരുപാട് മോയിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ അത് ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനിലോട്ട് പോകും. അത് കാരണം നമുക്കൊരു ബോഡി ഓർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവിടെയെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കുക. പിന്നെ നന്നായിട്ട് ബോഡി മോയിസ്ചറൈസർ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ തിക്ക് ആവണം എന്നില്ല, വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയിസ്ചറൈസർ, നമ്മുടെ വാസ്ലിന, ഗ്ലൂട്ടാഹയ, അതിലെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ നയാസിനമൈഡ് ബോഡി മോയിസ്ചറൈസർ പോലെയുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയിസ്ചറൈസേഴ്സ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അവിടെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു വെള്ളത്തിന്റെ അളവില്ലേ, അത് മോയിസ്റ്റ് കണ്ടന്റ് എന്ന് പറയില്ലേ, അത് നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഡെയിലി കുളിച്ചിട്ട് നന്നായിട്ട് തുടച്ച് ബോഡി മോയിസ്ചറൈസേഴ്സ് ഇടണം എന്ന് നമ്മൾ പറയുന്നത്. ഇത് പേഴ്സണൽ ഹൈജീനിലും കൂടെ വരുന്ന സാധനമാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, നിങ്ങളുടെ അണ്ടർ ആംസ്, നിങ്ങളുടെ സോക്സും ഡെയിലി ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഒരുപാട് പേരിലും കാണുന്ന ഒരു കാര്യമാണ്, സോക്സിന് സ്മെല്ലില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാറില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് ബോഡി ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സോക്സ് മസ്റ്റ് ആയിട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അണ്ടർ ഗാർമെന്റ്സ് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് തേച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിന്റെ സൈഡിൽ നമ്മൾ കാലൊക്കെ വെക്കുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ അതിന്റെ ബാൻഡിന്റെ സ്ഥലം കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്. മാത്രമല്ല അവിടുത്തെ സ്റ്റിച്ചിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ഫംഗസ് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഫംഗസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും അതിന്റെ പോസ്റ്റ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിലും ചൂടിന്റെ പ്രസൻസിൽ അത് നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ 6 മാസത്തിലൊരിക്കൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് ചേഞ്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ നോർമലി ചില ആൾക്കാർ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പീരിയഡ്സിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ അണ്ടർ ഗാർമെന്റ്സ് മാറ്റി വയ്ക്കും. നമ്മളത് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ മാറ്റാറുള്ളൂ. അത് ചെയ്യരുത്. ഈവൻ നമ്മൾ വല്ലപ്പോഴും ആണ് എടുക്കുന്നതെങ്കിലും അത് ഒന്നുകിൽ നന്നായിട്ട് കഴുകി തേച്ച് വെക്കുക. മിനിമം അത് 1 വർഷത്തിലെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ നിങ്ങളൊരു മാസത്തിൽ 7 ദിവസമേ, അതൊരു 7 എണ്ണം ഉണ്ടായിരിക്കും, 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ 1 മാസത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പീരിയഡ്സ് വരുമ്പോഴും ആ ഒരു സ്മെല്ല് ഉണ്ടാവും. മാത്രമല്ല ആ സമയത്ത് ഇരുന്നത് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പാത്രം കഴുകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള സോക്സ് ഒക്കെ ഇടുന്ന ആൾക്കാരാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന്റെ ഇടയിലും കൈയുടെ ഇടയിലും ഒക്കെ ചെറിയ ചെറിയ മോയിസ്റ്റ് ഇരുന്നിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതും നമുക്ക് ബോഡിയിൽ ഓർഡർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെയും നടക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് കാരണം നമുക്കൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും എല്ലാ സമയവും നമ്മുടെ അങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന കാലിന്റെ ഇടയിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ കാരണം ചില സമയത്ത് പെയിൻഫുൾ ഒന്നും ആവാനായിട്ട് പോകുന്നില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്മെല്ല് എവിടെ നിന്ന് വരുന്നു നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളൊന്ന് മാറ്റി നോക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഇതുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെയാണ് നമ്മുടെ എന്താ പറയുന്ന ബെല്ലി ബട്ടൺ ഏരിയാസിൽ ചില ആൾക്കാർക്ക് ബെല്ലി ബട്ടൺ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാറില്ല, വിട്ടു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്കറിയാം ബെല്ലി ബട്ടണിന്റെ ചെറിയൊരു ഹോൾ കണക്ക് അവിടെയും ഇതുപോലെ മോയിസ്റ്റും ഫംഗസും പിന്നെ നമ്മൾ ഡെഡ് സ്കിന്നും ഒക്കെ വന്ന് അക്യൂമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സോപ്പ് തന്നെ അവിടെ അക്യൂമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കുളിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി എല്ലായിടത്തും ക്ലീൻ ആക്കുന്ന പോലെ നിങ്ങൾ ബെല്ലി ബട്ടൺ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നമുക്കൊരു ബോഡി ഓർഡർ, ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ പ്യൂർ ഹൈജീൻ കാരണം വരുന്ന ഇഷ്യൂസ് ആണ്. പിന്നെ നമ്മളൊരു ഡ്രസ്സ്
വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം അപ്പൊ നമുക്ക് എക്സസീവ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ മാക്സിമം ലിനൻ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത്, ഏറ്റവും നല്ലത് കോട്ടൺ ക്ലോത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ നന്നായിട്ട് വിയർക്കുന്ന സമയങ്ങളിൽ ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത്സുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ടാവുന്ന സ്വെറ്റ് അവിടെ എന്താ വെച്ചാൽ മോയിസ്റ്റ് പിടിച്ചു നിർത്തത്തില്ല. കോട്ടണിൽ എന്നൊക്കെ ആണെങ്കിൽ മോയിസ്റ്റ് ഈ ഒരു സ്വെറ്റിനെ ഇവാപറേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു കഴിവുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അക്യൂമുലേഷൻ ഉണ്ടാവുന്നില്ല സ്വെറ്റിന്റെ, അത് കാരണം നമുക്കൊരു സ്മെൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മോയിസ്ചർ, ഇപ്പം ഇതുപോലത്തെ ടോപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്വെറ്റിങ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് മോയിസ്റ്റ് എൻവയോൺമെന്റ് ആക്കിയും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും നമുക്ക് സ്മെൽസ് പെട്ടെന്ന് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ മാക്സിമം ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുമ്പോൾ നമ്മുടെ സ്വെറ്റ് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് നമ്മൾ ഈ വർക്ക്ഔട്ടിനൊക്കെ പോകുമ്പോൾ കൂടുതലും ലൂസ് ഫിറ്റഡ് ആയിട്ട്, മീൻസ് നമ്മൾ സ്പോർട്സ് ബ്രാ അല്ലെങ്കിൽ ടൈറ്റ്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർആമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെക്കുന്ന ഡ്രസ്സ് ഇടാനായിട്ട് പറയുന്നതിന്റെ റീസൺ ഇതും കൂടെ കൊണ്ടാണ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കണം, നിങ്ങൾ ടൈറ്റ് ആയിട്ട് ഇടുന്ന ജീൻസുകൾ അതല്ലെങ്കിൽ നമ്മുടെ ലെഗിൻസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടുള്ളിടത്തോളം കാലം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇതും നമ്മുടെ അവിടെ ഒരു വിയർപ്പിനെ പിടിച്ചു നിർത്തും. ഈ അക്യുമുലേഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് സ്വെറ്റിന്റെ സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ നോർമൽ സ്വെറ്റ് സ്മെൽ ഉള്ള ആൾക്കാർക്കാലും നല്ല രീതിയിൽ സ്വെറ്റ് സ്മെൽ ഉണ്ട്. നിങ്ങൾ നിൽക്കുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് പോലും അത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പഞ്ചന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ടൈറ്റ് ഫിറ്റഡ് ക്ലോത്ത്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് മാറിയിട്ട് ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ലെയൻ ടൈപ്സ് ഡ്രസ്സിലോട്ട് മാറാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അണ്ടർആം ഏരിയയിൽ ഹെയർ ഗ്രോത്ത് ഇല്ലേ, അതൊന്നുകിൽ ട്രിം ചെയ്ത് കളയുക. അതല്ല നിങ്ങളിപ്പോൾ അണ്ടർആം ഹെയർ റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ഫൈൻ, അതല്ല റിമൂവ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മിനിമം അതൊന്ന് ട്രിം ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കുക. ഇതൊരു പരിധിവരെ നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹെയറിൽ പെട്ടെന്ന് മോയ്സ്ചർ പിടിച്ചു നിർത്താൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയാസിന് വളരാനും അവിടെ ഒരു സ്പേസ് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ കുളിക്കുമ്പോഴും അവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് സോപ്പ് ഒന്നും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണം. സോ അവിടെ നിങ്ങൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ, അതിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അണ്ടർആം ഏരിയ ഒന്ന് ട്രിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർആം ഏരിയയിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങളെ ബെനിഫിറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇല്ല അണ്ടർആം ഏരിയയിൽ ഹെയർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹെയർ തിക്കായിട്ട് വരാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഹെയർ ഗ്രോത്ത്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഹെയർ ഗ്രോത്ത് വരുമ്പോൾ ഇങ്ങനെയാണല്ലോ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഭാഗം കട്ടിയായിട്ട് തോന്നുന്നതാണ്, അതല്ലാണ്ട് നമ്മുടെ ഹെയർ തിക്ക് ആവുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഹെയർ ഇല്ലാത്ത ആണുങ്ങൾ നന്നായിട്ട് ഷേവ് ചെയ്ത് നോക്കിയാൽ അവർക്ക് നന്നായിട്ട് താടി വരും. ഹെയർ ഇല്ലാത്ത ഗേൾസ് ആണെങ്കിൽ നന്നായിട്ട് മുടി വടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരേണ്ടതുമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഫാക്ടർ. ചില സമയങ്ങളിൽ നമ്മൾ മുടി വടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് നമ്മുടെ അടഞ്ഞിരിക്കുന്ന ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ഓപ്പൺ ആവുന്നതുകൊണ്ടായിരിക്കും. അതല്ലാണ്ട് നിങ്ങൾക്ക് ഹെയർ വടിച്ചെന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ അണ്ടർആം ഏരിയ ട്രിം ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഹെയർ ഒരിക്കലും തിക്കായിട്ട് വരാനായിട്ട് പോണില്ല. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മണമുള്ള ഡിയോഡ്രൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറ്, പ്രത്യേകിച്ചും ബോഡി ഓർഡറുള്ള ആൾക്കാർ അത് മാസ്ക് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവണേന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഓർഡർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിയോഡ്രൻറ്റും കൂടെ വരുമ്പോൾ ഇത് മിക്സ് ആയിട്ട് വളരെ അഴുക്ക സ്മെല്ലായിരിക്കും പുറത്തോട്ട് വരുന്നുണ്ടാവുക. അത് നമ്മുടെ ഈവൻ ദോ നമ്മുടെ ഡിയോഡ്രൻറ്റ് നല്ല സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഓർഡർ നല്ല അഴുക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പകരം നല്ല മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള ബോഡി ഓഡേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അണ്ടർആം റോൾ ഓൺസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ലൈറ്റ് ഫ്രാഗ്രൻസ് ഉള്ള റോൾ ഓൺസ്, അതായത് നമ്മുടെ നിവ്യയുടെ റോൾ ഓൺ അല്ലെങ്കിൽ റെക്സോണയുടെ റോൾ ഓൺസ്, അല്ലെങ്കിൽ നമ്മുടെ അണ്ടർആം ഏരിയ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റോൾ ഓൺസ് ആയിട്ടുള്ള വിഷ് കെയർ, ബി ബോഡി വൈസ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കാർമസി, കെമിസ്റ്റർ ക്ലേ, OG ബ്യൂട്ടി, ഇങ്ങനത്തെയൊക്കെ ബോഡി റോൾ ഓൺസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഫ്രാഗ്രൻസിലോട്ട് വേണമെങ്കിൽ റെനയുടെ ഫ്രാഗ്രൻസുകൾ, അല്ലെങ്കിൽ പ്ലമ്മിന്റെ ഫ്രാഗ്രൻസുകൾ, നൈക്കയുടെ ഫ്രാഗ്രൻസുകൾ, ഇതൊക്കെയെന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ, നമ്മൾ ഓവർ പവർ ചെയ്യാത്ത ഫ്രാഗ്രൻസുകളാണ്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാണ്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ചൻ സ്മെൽ ഉണ്ടാവും.
പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബോഡി ഓർഡർ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. കാരണം ഈ ഫുഡുകൾ കഴിച്ചാൽ നമുക്ക് ബോഡി ഓർഡർ വരും. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മളെ ഗാർലിക്, ഓണിയൻ, ജീരകം, ആൽക്കഹോൾ, റെഡ് മീറ്റ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. എനിക്കറിയാം നമുക്ക് ഒരിക്കലും ഒണിയനും ഗാർലിക്കും അതുപോലെ തന്നെ ജീരകവും നമ്മുടെ ഡേ ടു ഡേ ഫുഡ് ഐറ്റംസിൽ നിന്ന് ഒരിക്കലും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ മാക്സിമം അതിൻ്റെ ആ കൺസ്യൂമിങ് റേറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒണിയൻ ഇല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ കൊരട്ടി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്, അത് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ബോഡി ഓർഡർ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മാക്സിമം ആൽക്കഹോൾ കൺസപ്ഷൻ അവോയ്ഡ് ചെയ്യുക, റെഡ് മീറ്റ് കൺസപ്ഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി ഓർഡർ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നാരങ്ങ നീരും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ DIY നല്ലതാണ്. നല്ല DIY ഉണ്ട്, അഴുക്ക DIY ഉണ്ട്. അപ്പൊ അഴുക്ക DIY ആണ് കഷ്ടകാലത്ത് നമ്മുടെ ബോഡി ഓർഡർ മാറ്റാനായിട്ടുള്ള ഭൂരിഭാഗം. അതായത് സ്കിൻ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം DIYs യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളുടെ അവിടെ വീണ്ടും ഇറിറ്റേറ്റഡ് ആവാനും, നിങ്ങൾക്ക് ഇൻ കേസ് അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ വരെ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എക്സീവ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം അതിന് വേണ്ട രീതി നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ട്. എക്സസീവ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കാണുക. പക്ഷെ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ അൺഡ്രാം ഏരിയാസിലെ ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ട്രിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസീവ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷനിലോട്ട് പോവാം. പിന്നെ നമ്മൾ ആലം എന്ന് പറയുന്ന സാധനമില്ലേ, ആലം, നമ്മൾക്കൊരു പണ്ടൊക്കെ ബാർബർ ഷോപ്പിലും ഇപ്പൊ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സാധനം നമ്മൾ ആഴ്ചയിൽ 2 ദിവസത്തിൽ ഒരിക്കലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിച്ചാൽ ഇത് അലൂമിനിയം സോൾട്ട് ആണ്. ഇത് നമ്മുടെ ആ ഒരു അണ്ടർആം ഏരിയയിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനായിട്ടും ആ ഒരു ഹെയർ ഗ്രോത്തിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആലം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് ആലം യൂസ് ചെയ്യുമ്പോൾ അണ്ടർആം ഏരിയയിൽ ഇറിറ്റേഷൻസും ഡ്രൈനസും ഒക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ ഡ്രൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗം കുറച്ചിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ 2 ദിവസത്തിലൊരിക്കൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈനസ് ഉണ്ടെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അണ്ടർആം ഏരിയയിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബെൻസൺ പെറോക്സൈഡ് വാഷസ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ ബെൻസൺ പെറോക്സൈഡ് വാഷസ് കൊണ്ട് നമ്മൾ കഴുകുമ്പോഴത്തേക്ക് അത് നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നു. അതിന്റെ റീസൺ ഓൾറെഡി ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ബാക്ടീരിയ ഉള്ളപ്പോൾ ബാക്ടീരിയ കൊല്ലാനായിട്ടുള്ള ഏറ്റവും ആന്റിബയോട്ടിക് ആണ് ബെൻസോൾ പെറോക്സൈഡ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ അണ്ടർആം ഡാർക്ക്നെസ് സ്മെല്ല്, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പാർട്സിലോട്ട് ബോഡി വൈസ് യൂസ് ചെയ്യാൻ പറയത്തില്ല, കയ്യിലും കാലിലും ഒക്കെ വരുന്ന ഒരു സ്വെറ്റ് സ്മെല്ല് കാരണം നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അണ്ടർആം ഏരിയയിൽ നമ്മൾ കഴുകിയിട്ട് അണ്ടർആം ഏരിയയിൽ നമ്മൾ ഈ വാഷ് വെച്ചിട്ട് 3 to 4 മിനിറ്റ്സ് വെക്കുക, ദെൻ വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസോ ഡ്രൈനസോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കലോ 3 ദിവസത്തിലൊരിക്കലോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസുകൾ. ബെൻസോൾ പെറോക്സൈഡിന്റെ അത്ര എഫക്റ്റീവ് അല്ല എങ്കിലും ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൽ നിൽക്കുമ്പോൾ വിയർക്കുമ്പോഴൊക്കെ നമുക്കിത് ബോഡിയിലും അണ്ടർആം ഏരിയാസിലും ഒക്കെ ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വെറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ബെൻസോൾ പെറോക്സൈഡിന്റെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസും പിന്നെ വേറെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഒരു ഡ്രൈനസ് വരുന്നതെങ്കിൽ, അതായത് റെഡ് ഇച്ച്നെസ് ഒക്കെ ഒരുപാടുണ്ട്, അത് ഫംഗൽ ആണ് എന്നുണ്ടെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേയോ യൂസ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് മാറണം എന്നില്ല. അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് ഓറൽ മെഡിക്കേഷൻ വരെ പോവേണ്ടി വരും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡോക്ടറിനെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സഡൻ ആയിട്ടാണ് ഈ ഒരു സ്മെല്ലും സ്വെറ്റിങ്ങും വരുന്നതെങ്കിൽ നിങ്ങൾ തൈറോയിഡ് ഡോക്ടറിനെ കണ്ട് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ബെൻസോൾ പെറോക്സൈഡിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ വാഷിന്റെ നമ്മൾ ബോഡി വൈസിലും അതുപോലെ തന്നെ ഡെർമക്കോയിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാലും 2.5% ബെൻസോൾ പെറോക്സൈഡ് വാഷസ് കിട്ടും. ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമുക്ക്
മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമലിസ്റ്റിൽ ഡെർമക്കോയിൽ ഒക്കെ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ്, കെമിസ്റ്റിക് കമ്പനിയിലൊക്കെ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് അവൈലബിൾ ആയിട്ടുണ്ട്. റോളോൺസ് ഞാൻ ഓൾറെഡി റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരും നമുക്ക് ആമസോണിൽ തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ടാഗ് പ്രൊഡക്റ്റിൽ കൊടുത്തേക്കാം. കയറി നോക്കിയാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോഡി ഓർഡറിൻ്റെ വീഡിയോ. ഇനി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് മിസ്സായിട്ടുണ്ട് എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് Q&Aയിലും അതല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ബോഡി ഓർഡറിനെ പറ്റിയിട്ടാണ്. അത് എങ്ങനെ വരുന്നു, എങ്ങനെ മാറ്റാം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, മാനേജ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ആർക്കെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ഫ്രണ്ട്സോ ഫാമിലിയോ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.